ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാളാണ്. ഈ തിരുനാൾ ദിനത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനും മൂവാറ്റുപുഴയ്ക്കും ഇടയ്ക്കുള്ള പുല്ലുവഴിയിലാണ്. ഈ പുല്ലുവഴിയിലുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള സെൻറ്റ് തോമസ് ദേവാലയത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പുല്ലുവഴി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് നമുക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ വാഴ്ത്തപ്പെട്ട രക്തസാക്ഷിയായ സിസ്റ്റർ റാണി മരിയെക്കുറിച്ചാണ്. അതെ, റാണി മരിയയുടെ ഇടവക ദേവാലയമാണ് ഈ പുല്ലുവഴി സെൻറ്റ് തോമസ് ദേവാലയം. ഈ ദേവാലയത്തിന് അകത്താണ് വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെ തിരുശേഷിപ്പുകൾ അടക്കം ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മളിന്ന് പ്രധാനമായും ഇവിടെ എത്തിയിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ ദിനമായിട്ടാണ്. ഈ ദേവാലയത്തിൻ്റെ മുൻവശത്ത് റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ ഒരു രൂപമുണ്ട്. ആ രൂപത്തിന് ചുറ്റും പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു ആൽമരമുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് ഒരു അത്ഭുതം. അത്ഭുതം എന്താണെന്നല്ലേ അത് നമുക്ക് കാണാം. വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ ദിനത്തിൽ ഇന്ന് നമ്മൾ ഈ ദേവാലയത്തിൽ വന്നതിൻ്റെ പിന്നിൽ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിൻ്റെ ഈ രൂപം തന്നെയാണ്. എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു രൂപത്തിൽ നമുക്ക് നോക്കിയാൽ കാണും ഈ ഒരു കപ്പയുടെ ഉള്ളിൽ വളർന്നിരിക്കുന്ന ഒരു ചെടി. ആ രൂപത്തിന് ചുറ്റും ഈ ചെടി തഴച്ച് വളർന്നിരിക്കുകയാണ്. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ അന്തോണീസിൻ്റെ മുഖം ഈ ഒരു ചെടി മറച്ചിട്ടില്ല എന്നത്. അത് തന്നെയാണ് ഈ രൂപത്തിൻ്റെ അത്ഭുതം. നിരവധി വിശ്വാസികളാണ് ഈ വഴി കടന്നു പോകുന്നവരെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും വിശുദ്ധ അനുഗ്രഹവും തേടുന്നതും. എന്തായാലും വിശുദ്ധ അന്തോണീസിൻ്റെ ഈ രൂപവും ഇതിൻ്റെ പുറകിലുള്ള ചരിത്രവും ഇതിൻ്റെ പിന്നിലുള്ള അത്ഭുതങ്ങളെല്ലാം നമുക്ക് കൂടുതൽ അറിയാം. ഈ പുല്ലുവഴി സെൻറ്റ് തോമസ് ദേവാലയത്തിൻ്റെ ഇടവക വികാരി അച്ഛനായ പോൾ ചുള്ളിയിലച്ഛൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. അച്ഛാ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ രീതിയിൽ ഒരുപാട് വിശ്വാസികൾ, നാനാജാതി മതസ്ഥരെല്ലാവരും വരുന്ന ഒരു കപ്പേളയാണ്, പ്രാർത്ഥിക്കുന്ന ഒരു കപ്പേളയാണ്. കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു അത്ഭുത രൂപം കൂടിയാണ് വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ രൂപം. എങ്ങനെയാണ് ഈ ഒരു അത്ഭുത രൂപത്തിൻ്റെ പിന്നിലെ ഒരു ചരിത്രം? എത്തരത്തിലാണ് ഈ ഒരു രൂപം ഇങ്ങനെയായി വന്നത്? ഏകദേശം 61 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വിശുദ്ധ അന്തോണീസിൻ്റെ ഒരു രൂപം വയ്ക്കുകയും ഇവിടെ വന്ന് വിശ്വാസികൾ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് ഈ രൂപത്തിൻ്റെ സമീപത്തു നിന്നും ഒരു ആല് പോലത്തെ ഒരു ചെടി വളർന്നു വന്നത്. അത് 3 പ്രാവശ്യം ഇവിടെയുള്ള വികാരിച്ചനും അതേപോടൊപ്പം തന്നെ കപ്പ്യാരും കൂടി ആ മരം നശിപ്പിച്ച് കളഞ്ഞു. വീണ്ടും ഇത് വളർന്നു വരികയാണ്. കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വീണ്ടും ഇത് പൊട്ടി വളർന്നു വരികയാണ്. ഇത് ഘോര വനങ്ങളിൽ വളരുന്ന ഒരിനം പുതിയ ആലായിട്ടാണ് പല ഗവേഷകരും എന്നെ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 61 വർഷമായിട്ട് ഈ ആല് പച്ച കെടാത്ത രീതിയിൽ തഴച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ 2 വർഷക്കാലം പള്ളി പൂട്ടിപ്പോയ കാലഘട്ടത്തിൽ ഈ ഇതിൻ്റെ ഇലകളെല്ലാം വാടി കരിഞ്ഞു പോയിരുന്നു. വീണ്ടും വിചാരിച്ച് വന്നപ്പോൾ വീണ്ടും വളരെ ശക്തമായ രീതിയിൽ ഈ ആലിൻ്റെ ഇലകൾ വളർന്നു വരും. വളമോ അതേപോലെ ജലമോ ഒന്നും പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നോ വരുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇത് അത്ഭുത പ്രവർത്തനം തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ വിശ്വാസികളെ ആകർഷിക്കുന്നത് അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്നത് വിശുദ്ധൻ്റെ മുഖം അത് മറയ്ക്കപ്പെടുന്നില്ല. ഇത്രയും ഒരു വള്ളിച്ചെടി പടർന്ന് പന്തലിച്ചിട്ട് പോലും മുഖം മറയുന്നില്ല അല്ലേ? അത് ശരി തന്നെയാണ്. വിശുദ്ധൻ്റെ മുഖം എല്ലാവർക്കും കാണത്തക്ക വിധത്തിൽ ഈ ചെടി ഇങ്ങനെ വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോഴും ഈ രൂപക്കോടിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയോ അല്ലെങ്കിൽ വിശുദ്ധനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ
ഈ ആല് ഇവിടെ ഉണ്ടാക്കാത്ത രീതിയിൽ നിൽക്കുന്നു. എത്ര വിശ്വാസികൾ, ഒരുപാട് പേര് ഇപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പോകുന്നവരെല്ലാവരും വണ്ടി നിർത്തി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. അങ്ങനെ ഈ ഒരു നാടിന് മൊത്തവും വലിയൊരു ഭക്തിയാണ് വിശുദ്ധനോട്. ആ വിശ്വാസികളുടെ പ്രതികരണം എങ്ങനെയാണ്? വിശ്വാസികൾ ഇത് MC റോഡിൻ്റെ സൈഡ് വശം തന്നെയായതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ വ്യക്തികൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ നോക്കി ഒത്തിരിയേറെ വ്യക്തികൾ വാഹനങ്ങൾ നിർത്തി ഇവിടെ വഴിപാടിടുന്നു, അതുപോലെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു, തൊട്ടുമുത്തുന്നു. അപ്പോൾ ചിലരൊക്കെ എന്നോട് ഇങ്ങനെ അനുഗ്രഹം ലഭിച്ചതിനെക്കുറിച്ച് പറയാറുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരാൾ എന്നോട് ഷെയർ ചെയ്താണ്, ഒരു നായർ സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരൻ പറയാണ്, ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വഴിപാടിട്ട് പോകുമ്പോൾ എനിക്ക് ഒത്തിരിയേറെ കൃപകളും അനുഗ്രഹവും ലഭിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ മുടക്കാതെ ഇവിടെ വഴിപാടിട്ടിട്ട് പോകുന്നുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ വഴിപാടിടുന്നതിലും ഈ രൂപം തൊട്ടുമുത്തി പ്രാർത്ഥിച്ചു പോകുന്നതിലും ഒത്തിരിയേറെ വ്യക്തികൾക്ക് അനുഗ്രഹങ്ങളും കൃപകളും ലഭിക്കുന്നുണ്ട്, ഒത്തിരിയേറെ അത്ഭുതങ്ങളും നടക്കുന്നുണ്ട്. മൂവാറ്റുപുഴയിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോകുന്ന MC റോഡാണ് ഈ കാണുന്നത്. ഈ MC റോഡിന് അടുത്ത് തന്നെ അതിനോട് ചേർന്ന് നിന്ന് വളരെ മനോഹരമായ ഒരു കപ്പേളയിലാണ് ഇപ്പോൾ അത്ഭുത പ്രവർത്തകനായ ഈ ഒരു വിശുദ്ധൻ്റെ രൂപം ഉള്ളത്. നമുക്കറിയാം 1940-ലാണ് ഈ ഒരു രൂപം സ്ഥാപിതമായിരിക്കുന്നത്. ഏകദേശം 83 വർഷങ്ങളായി വിശുദ്ധൻ്റെ രൂപം ഇപ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ആലിൻ്റെ വ്യത്യസ്ത ഇനം ആലിൻ്റെ ചെടി അത് ഏകദേശം 63 വർഷം പഴക്കമുള്ളതാണ്. 63 വർഷം പഴക്കമായിട്ട് പോലും അത്തരത്തിൽ ഒരു വള്ളിച്ചെടി പോലെയാണ് ഇന്നും ഈ ഒരു രൂപം ഈ ഒരു കപ്പയുടെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്. പുല്ലുവഴിയിലെ ഈ സെൻറ് തോമസ് ദേവാലയത്തിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. വളരെ മനോഹരമായ പ്രൗഢഗംഭീരമായ ഒരു അനുഭവമാണ് ഈ ദേവാലയത്തിന് അകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായി ദൈവത്തിന് ഏറ്റവും മനോഹരമായ ഒരു ഭവനം പണിയുക എന്നതാണ് ഈ ഇടവകയിലെ ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചെയ്തിരിക്കുന്നത്. അൾത്താരയും ഈ ദേവാലയത്തിൻ്റെ അകം മുഴുവൻ വ്യക്തമായും സൂക്ഷ്മമായും ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് മനോഹരമായി വലിയൊരു പ്രാർത്ഥനയുടെ അനുഭവം ഇവിടെ കടന്നു വരുന്ന അകത്ത് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ലഭിക്കുന്ന ഒരു തരത്തിലാണ് ഈ ദേവാലയം ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വികാരിയച്ഛനായ പോൾ ചുള്ളി അച്ഛൻ നമ്മളോടൊപ്പം ചേരുകയാണ്. അച്ഛാ, വളരെ മനോഹരമായിരിക്കുകയാണ് ഈ ഒരു ദേവാലയത്തിൻ്റെ അകത്തളം. എങ്ങനെയാണ് ഈ ഇടവക ദേവാലയത്തെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? ഈ ഇടവക ദേവാലയം പണിതിട്ട് 1 വർഷം പൂർത്തിയാകുകയാണ്. ഇത് പുനരുദ്ധരിക്കുകയാണ് ചെയ്തത്. ഇതിനു മുമ്പിരുന്ന വികാരിച്ചനാണ് ഈ ദേവാലയം ഉദ്ധരിച്ചത്. 8 കോടി 22 ലക്ഷം രൂപയാണ് ഈ ദേവാലയം പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചത്. അൾത്താര തന്നെ ഇത്ര മനോഹരമായ രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1 കോടി 82 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഈ ഇടവകയിൽ നിന്നുള്ള വരുമാനവും അതോടൊപ്പം തന്നെ ഇടവക്കാരുടെ പിരിവ് കൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഏകദേശം 750 കുടുംബങ്ങളാണ് ഈ ഇടവകയിലുള്ളത്.
ഈ ഇടവക ഒത്തിരിയേറെ വിസ്തൃതി ആർന്ന ഇടവകയാണ്. ഏകദേശം 9-10 കിലോമീറ്റർ ദൂരം വരെയുണ്ട് ആ ഏറ്റവും അകലെയുള്ള വീടുകളിലേക്ക് ഈ പള്ളിയിൽ നിന്ന്. പള്ളിയുടെ ചുറ്റും ഏകദേശം ഒരു 500ഓളം വീടുണ്ടെങ്കിലും ബാക്കിയെല്ലാ വീടുകളും വളരെ അകന്നാ കിടക്കുന്നത്. കൂടുതൽ യാക്കോബിറ്റ്സുകാരും ഓർത്തഡോക്സുകാരും CSIക്കാരും മാർത്തോമാക്കാരും അതുപോലെ തന്നെ ഹിന്ദുക്കളും ഒക്കെയുള്ള ഒരു സാംസ്കാരിക പ്രദേശമാണ് ഈ പുല്ലൂഴി പ്രദേശം എന്ന് പറയുന്നത്. ഇവിടെയുള്ള ജനങ്ങൾ ബിസിനസ് ചെയ്തും അതോടൊപ്പം തന്നെ മറ്റുള്ള ജോലികൾ ചെയ്തുമാണ് ജീവിച്ചുകൊണ്ടിരിക്കുക. സാമ്പത്തികമായിട്ട് അത്ര ബുദ്ധിമുട്ടുള്ള ഇടവക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്ന ഇടവക്കാരായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് മറ്റുള്ള ഇടവകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെ വളരെ സന്തോഷകരമായിട്ടാണ് ഈ ഇടവകയിലെ പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇടവകയിലേക്ക് വന്നിട്ട് ഏകദേശം 6-7 മാസങ്ങളായി. ഓക്കെ. ഇവിടെ റാണി മരിയയുടെ തീർത്ഥാടന കേന്ദ്രമാക്കിയിട്ട് വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെ തീർത്ഥാടന കേന്ദ്രമാക്കി ഉയർത്തിയിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ അല്ലേ? 2017 വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ച് സിസ്റ്റർ റാണി മരിയെ. സിസ്റ്റർ റാണി മരിയ 41 വയസ്സ് വരെയാണ് ജീവിച്ചുള്ളൂ. ഇൻഡോറിൽ വെച്ച് ആണ് 17ഓളം കുത്തുകളേറ്റ് വീരചരമം പ്രാപിച്ച ധീര കന്യാസ്ത്രീയാണ് സിസ്റ്റർ റാണി മരിയ. ഈ ഇടവകയുടെ മകളാണ്. ഈ ഇടവകയിൽ ജനിച്ച് വളർന്ന വട്ടാലിൽ കുടുംബത്തിൽ നിന്ന് ജനിച്ച് വളർന്ന മകളാണ്. ഒത്തിരിയേറെ തീർത്ഥാടകർ ഈ സിസ്റ്റർ റാണി മരിയയുടെ വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെ മാധ്യസ്ഥ അപേക്ഷ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഈ ദേവാലയത്തിൽ വരുന്നുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. എനിക്കൊന്ന് മറ്റൊരു പള്ളികളിലും ഇത്രയും തീർത്ഥാടകർ വരാറില്ല. എന്നാൽ ബസ്സിനും കാറിനും ഒക്കെ ആയിട്ട് എല്ലാ ദിവസവും ചില ദിവസമൊക്കെ 5, 6, 8, 10 ബസ് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഇൻഡോറിൽ നിന്നും ഒക്കെ ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ റാണി മരിയയുടെ ജനിച്ചു വളർന്ന വീട് തന്നെ ഇപ്പോൾ കോൺവെൻ്റായിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരിയേറെ മക്കൾ ഈ സിസ്റ്റർ റാണി മരിയയുടെ വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെ മാധ്യസ്ഥ അപേക്ഷ പ്രാർത്ഥിക്കുവാണ്ട് വരുന്നുണ്ട്. അവർക്ക് അതനുസരിച്ച് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും സിദ്ധികളും ഒക്കെ ലഭിക്കുന്നതായിട്ട് അവരെന്നെ അറിയിക്കാറുണ്ട്. ഈ 2 അനുഗ്രഹങ്ങളാണ് അപ്പോൾ ഈ ഒരു ദേവാലയത്തിന് കിട്ടിയിരിക്കുന്നത്. ഒന്ന് അത്ഭുത പ്രവർത്തനായ വിശുദ്ധ അന്തോണീസിൻ്റെ ആ ഒരു വർഷങ്ങൾ പഴക്കമുള്ള അരൂപവും ഒപ്പം തന്നെ വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെ തീർച്ചയായിട്ടും തിരുശേഷിപ്പുകൾ അടക്കം ചെയ്തിരിക്കുന്നതും ഈ ദേവാലയത്തിൽ തന്നെയാണ്. തീർച്ചയായിട്ടും ഉടനെ തന്നെ ഈ റാണി മരിയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം അല്ലേ? അതുവഴി ലോകം മുഴുവനും ഈ ഒരു ദേവാലയം അറിയപ്പെടാനും ഇടയാവും. ഓക്കെ. വളരെ സന്തോഷമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ സിസ്റ്റർ റാണി മരിയ എന്നാണ് വിശുദ്ധയായിട്ട് ഉയർത്തപ്പെടുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നിരുന്നാലും അടുത്തതിന് ഉയർത്തപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒത്തിരിയേറെ മക്കൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ വിശുദ്ധ അന്തോണീസിൻ്റെ രൂപത്തിൻ്റെ അടുക്കലും വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്കും അവിടെയും അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെയും വൈകിട്ടും വിശുദ്ധ അന്തോണീസിൻ്റെ പക്കൽ നൊവേനയുണ്ട്. ഈ നൊവേനയിൽ പങ്കെടുക്കുവാനായിട്ട് മറ്റു മതസ്ഥരും യാക്കോബിറ്റുകാരും അതുപോലെ മറ്റു മതത്തിൽപ്പെട്ട നായർ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരൊക്കെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അവരൊക്കെ ഒത്തിരിയേറെ സ്വാഗതപൂർവമാണ് ഞങ്ങൾ ഇവിടെ സ്വീകരിക്കുന്നത്. അവർക്കൊക്കെ ഈ കൃപകളും അനുഗ്രഹങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ദേവാലയത്തിൻ്റെ അകത്ത് അൾത്താരയുടെ ഇടതുവശത്തായിട്ട് വാഴ്ത്തപ്പെട്ട രക്തസാക്ഷിയായ സിസ്റ്റർ റാണി മരിയയുടെ ഈ ഒരു അൾത്താര ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അൾത്താരയിൽ ആ ഒരു രൂപം വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു കബറിടം രീതിയിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. വാഴ്ത്തപ്പെട്ട റാണി മരിയയെ അടക്കം ചെയ്തിരിക്കുന്നത് ഇൻഡോറിലാണ്. ഇൻഡോറിൽ അടക്കം ചെയ്തിരിക്കുന്ന ആ കുഴിമാടത്തിൽ നിന്നും സിസ്റ്ററിൻ്റെ അവിടെ നിന്നുള്ള മണ്ണ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കും വാഴ്ത്തപ്പെട്ട റാണി മരിയയെ അടക്കം ചെയ്തിരിക്കുന്ന ശവമഞ്ചത്തിൻ്റെ ആ ഒരു ചില ഭാഗങ്ങൾ, മരത്തിൻ്റെ ചില ഭാഗങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കും സിസ്റ്ററിൻ്റെ അസ്ഥിയുടെ ഭാഗം തിരുശേഷിപ്പായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. വിശ്വാസികൾ കാണാൻ സാധിക്കും. ഒപ്പം വന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ സാധിക്കും. ഒപ്പം തന്നെ നമുക്കറിയാം വാഴ്ത്തപ്പെട്ട റാണി മരിയ അദ്ദേഹം ജനിച്ചത് 29 ജനുവരി 1954 ജനിച്ചത്. മരിച്ചത് 1995 ഫെബ്രുവരി 25
മരിച്ചത്. അതിനുശേഷം ദൈവദാസിയായിട്ട് പ്രഖ്യാപിച്ചത് ജൂൺ 29-ാം തീയതി 2005 ജൂൺ 29-ാം തീയതിയാണ്. അതോടൊപ്പം തന്നെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചത് 2017 നവംബർ 4-ാം തീയതിയാണ്. ഈ പുല്ലുവഴി സെൻറ് തോമസ് ദേവാലയത്തിലെ ഇടവകയിൽ ജനിച്ചു വളർന്ന ഒരു ചേട്ടനാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. ജോസഫേട്ടനാണ്. ജോസഫേട്ടൻ ഇപ്പോൾ 79 വയസ്സായി. ചേട്ടനെ നമ്മുടെ പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നതിൻ്റെ കാരണം ഈ വിശുദ്ധ അന്തോണീസിൻ്റെ ഈ അത്ഭുത രൂപത്തിന് ചുറ്റും വളരുന്ന ചെടി ആദ്യമായി അത് കൂമ്പെടുത്തപ്പോൾ മുതൽ അത് കണ്ട ഒരു വ്യക്തി, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള എല്ലാ ചരിത്രവും കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ജോസഫേട്ടൻ. ജോസഫേട്ടൻ ഇതിനു മുമ്പ് ഈ ദേവാലയത്തിൻ്റെ കൈക്കാരനൊക്കെ ആയിരുന്നു അല്ലേ? എങ്ങനെയാണ്? അതെ അല്ലേ, ഓക്കെ. എങ്ങനെയാണ് ഈ ഒരു രൂപം അവിടെ വന്നത്? പിന്നെ ഈ ചെടി വളരുന്ന സമയത്ത് അന്നൊക്കെ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു, 13 വയസ്സുണ്ടായിരുന്നു അല്ലേ? എങ്ങനെയായിരുന്നു ആ കാലഘട്ടം ഒന്ന് ഓർമ്മിച്ചെടുക്കാമോ? ആ കാലഘട്ടം ഓർമ്മിച്ചെടുക്കാൻ, ചെടി വളർന്നു വന്നാൽ രൂപം മൂടും എന്നുള്ള കണ്ടീഷനിൽ ഒരു കോല് താത്തി. ചെടി വളരുന്നതിന് മുമ്പ് ആ രൂപം അവിടെ ഉണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു? അതിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? ആ രൂപം അവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. പിന്നെ ഇതിന് മുമ്പ് അന്ന് അത് കഴിഞ്ഞ് ചെടിക്ക് വളർന്നു വന്നപ്പോൾ ഒരു കോല് മണ്ണെടുത്ത് കളഞ്ഞ് അവിടെ കോൺക്രീറ്റ് ചെയ്തു. വെച്ച സമയത്ത് തന്നെ ചെടി വന്നില്ലല്ലോ, കുറച്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ചെടി വളർന്നു വരുന്നത്. അന്ന് അത് ഏത് ചെടിയായിരുന്നോ, അങ്ങനെ എന്തെങ്കിലും നോക്കിയായിരുന്നോ? അതൊന്നും അറിയില്ല. ഒരു വള്ളി ഇലവ് പോലെയുള്ള ഒരു സാധനം എന്നല്ലാണ്ട് പ്രത്യേകം നമുക്കറിയില്ലല്ലോ. എന്നിട്ട് ഒരു കോല് താത്തി. ചെടി എന്തുകൊണ്ടാ നശിപ്പിച്ച് കളയാമെന്ന് ചിന്തിച്ചെന്തേ? പൊങ്ങി വരാതിരിക്കാൻ. രൂപം മറിഞ്ഞു പോകും, കപ്പേള പൊളിഞ്ഞു പോരും, വലിയ മരങ്ങൾ പൊളിഞ്ഞ കപ്പേളയൊക്കെ പൊളിഞ്ഞു പോകില്ല. അന്ന് കപ്പേള മുകളിലേക്ക് ഇല്ലല്ലോ, താഴെ ഒരു തറ മാത്രമായിരുന്നു. അല്ലല്ല, മുകളിലേക്ക് ഉണ്ടായിരുന്നത്. ഇപ്പൊ ആ ഒരു കുരിശ് നിപ്പില്ലേ, അത്രയും പൊക്കം ഉണ്ടായിരുന്നു. അത്രയും പൊക്കമുള്ള കപ്പേള പണ്ടുണ്ടായിരുന്നു. അതെ, പണ്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് കപ്പേള പൊളിഞ്ഞ് മരം വലുതായി കപ്പേള പൊളിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഒരു കോല് താത്തി കോൺക്രീറ്റ് ചെയ്ത് അതിട്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ തിരികെ ഒരു ചെറിയ നാമ്പ് വന്നു. ആ നാമ്പ് വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ് കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് പള്ളി പണി തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ അകത്തുനിന്ന് അവിടെ നൊവേന തുടങ്ങി. ആദ്യം നൊവേനയില്ല. ചെടി പിന്നീട് നശിപ്പിച്ചളയാൻ നോക്കിയായിരുന്നു? ഇല്ല. അത് കഴിഞ്ഞതിന് ആസിഡൊക്കെ ഒഴിച്ച് നശിപ്പിച്ചളയാൻ നോക്കിയില്ലായിരുന്നു? അത് ആദ്യം ആസിഡ് ഒഴിച്ചിട്ടാണ് കോൺക്രീറ്റ് ചെയ്ത് ഒരിക്കലും വളരാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് പൊടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാരെ ഇല പറിച്ചു കൊണ്ടുപോയി അരച്ചു കുടിക്കുകയും വയറൂമ്പരം മാറുകയും ഒക്കെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇലകളൊക്കെ പറിച്ചു കൊണ്ടുപോയി തരുന്നു. ആൾക്കാർക്ക് മനസ്സിലായി അത്ഭുതമുണ്ട്. അപ്പം പയ്യപ്പള്ളി അച്ഛനാണ് അന്ന് ഇവിടെ ഇരിക്കുന്നത്, ജോർജ് പയ്യപ്പള്ളി. അങ്ങേര് അവിടെ നൊവേന തുടങ്ങി. അങ്ങേരായിട്ട് നൊവേന തുടങ്ങി അതിന് പൂട്ടിട്ടു, പറിച്ചു കൊണ്ടുപോകാതെ. ആരെങ്കിലും നമ്മൾ കാണുന്ന രീതിയിലേക്ക് ചില്ലിട്ട് പൂട്ടി. അങ്ങനെ മാത്രം. അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ നടക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പള്ളി പണിതത്. ഇത് ചെടി അതിന് ശേഷം ഒരു പ്രത്യേകതരം വള്ളിച്ചെടിയാണല്ലോ. അതെ. ഇത് ആലാണെന്ന് പറയുന്നുണ്ട് അല്ലെ? കാടിനുള്ളിൽ ഞങ്ങൾക്ക് തോന്നുന്നു എവിടെയോ ആലാണ്. ഇത്തരത്തിലൊരു ചെടി ഈ ഒരു പ്രദേശത്ത് ഇതിനു മുമ്പ് കാണുന്നുണ്ടോ? ഇല്ല. ഇപ്പോഴും ഇല്ല, എവിടെയും ഇല്ല. ജീവിച്ചിരുന്നപ്പോഴും കണ്ടിട്ടില്ല. ഞാനൊക്കെ ജീവിച്ചിരുന്നപ്പോൾ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. എന്ത് ചെടിയാണെങ്കിലും അത് വളരൂലോ. എന്ത് ചെടിയാണെങ്കിലും ആ സാധനം വളരൂലോ. വന്നേക്കണ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം, 10-60 വർഷമായിട്ട് ഇതിവിടെ കാണുന്നുണ്ട്. ഒരു വലിയ മരമാവൂലോ. എന്ത് ചെടി ആയിക്കോട്ടെ, ഒരു മരമാവൂലോ. അതുപോലെ തന്നെ പള്ളി പണി തുടങ്ങുമ്പോൾ 2000 രൂപ 5000 രൂപ ഓരോ പൊതികളായിരുന്നു വീണ് ഈ കപ്പേളയിൽ.
അങ്ങനെ കണ്ടമാനം കാശ് ആളുകൾക്ക് അത്രമാത്രം അനുഗ്രഹങ്ങൾ വിശുദ്ധന്റെ. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം മറക്കുന്നില്ല അല്ലേ? അത് ആദ്യ സമയം മുതൽ തന്നെ അങ്ങനെയായിരുന്നു, മുഖത്തിന് ചുറ്റുമായിരുന്നു വളർന്നുകൊണ്ടിരുന്നത്. അതെ അതെ അല്ലേ? മുഖം അറിയാത്ത രീതിയിൽ മുഖത്തിന് ചുറ്റും വളരുന്നു, ഒരു വള്ളിച്ചെടി പോലെ വളരുന്നു. പക്ഷെ അത് ആലുമാണ്, ആലാണെന്ന് തോന്നുന്നു, ആലാണെന്ന് തോന്നണം അല്ലേ? അതെ, എന്തോ തരം വള്ളി ആലാണെന്നാണ് തോന്നണേ, അല്ലാതെ ഒന്നും അറിയില്ല. അതിനുശേഷം ഈ ചെടി വളർന്നു വരാൻ തുടങ്ങി, ഇത് രൂപം മൂടാൻ തുടങ്ങി അല്ലേ? മൂടാൻ തുടങ്ങി. അപ്പൊ ആരും പിന്നെ നശിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അതെന്തെങ്കിലും ഒരു ദൈവാനുഗ്രഹമാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണെന്നുള്ളത് തോന്നി. ഇല പറിച്ച് തിന്നു തുടങ്ങിയപ്പോ തന്നെ മനസ്സിലായല്ലോ ഉണ്ടെന്നുള്ളത്. അതാണ് അങ്ങനെ അവിടെ വെച്ച് ചെയ്തത് അല്ലേ? ഇപ്പോഴും അതിന് പണ്ട് കാലങ്ങളായാലും വിശ്വാസികൾ വേറെ, ഇപ്പൊ ഈ ഇല പറിച്ച് അരച്ചുകൊണ്ടുപോയി കഴിക്കുമ്പോൾ രോഗങ്ങൾ മാറിയിരുന്നു എന്ന് പറയുന്നു. ഇപ്പോഴും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? കൊണ്ടുപോണ്ട് അല്ലേ? അച്ഛനോട് ചോദിക്കുന്നു, വേനനാളെന്ന് അച്ഛനോട് പറഞ്ഞവർ ചോദിക്കും, ഞങ്ങൾക്കൊരു ഇല വേണം എന്ന് പറയും. അങ്ങനെ ഇല മേടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട്. ചോദിച്ചാലോ കൊടുക്കണം. എങ്കിലും മറ്റുള്ളവർ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അല്ലേ? എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള എല്ലാ ജാതി നാനാജാതി മതസ്ഥർക്കും ഭയങ്കര വിശ്വാസമാണ് ഈ വിശുദ്ധ അന്തോണീസ് രൂപത്തിൽ. എല്ലാവർക്കും വിശ്വാസമാണ്. അതല്ലേ വളരെ കൊച്ചു പള്ളിയായിരുന്നു പിടിയിന്ന് വളർന്നത്. ഈ നാട് മുഴുവൻ അങ്ങനെ തന്നെ വളർന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ അപ്പച്ചൻ പറഞ്ഞ പോലെ തന്നെ 63 വർഷം പഴക്കമുള്ള ഒരു ചെടി, ആ ചെടി അത്രത്തോളം വളരുന്നു, ആ രൂപം മാത്രം അത് കവർ ചെയ്യുന്നു. ആ ഒരു ചെടി ഇവിടെ മാത്രം വളരുന്നു, ആസിഡ് ഒഴിച്ച് നശിപ്പിക്കുന്നു, കോൺക്രീറ്റ് ചെയ്ത് അടച്ചു വയ്ക്കുന്നു, എന്നിട്ട് പോലും വീണ്ടും ഈ ചെടി വളരുന്നു എന്നുള്ളത് അതൊരു വലിയ അത്ഭുതം. ഒപ്പം മറ്റൊരു അത്ഭുതം എന്ന് പറയുന്നത് ഈ ചെടി വിശുദ്ധൻ്റെ രൂപം അത് മുഖം മറയ്ക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു അത്ഭുതം വരുന്നത്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിലൊരു ആല്, ഇതൊരു ആലിൻ്റെ ഒരു വകഭേദമാണെന്ന് പല ഗവേഷകരും പറയുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു ആല് ഈ ഒരു പ്രദേശത്ത്, ഈ ഒരു പെരുമ്പാവൂരോ അല്ലെങ്കിൽ ഈ ഒരു പുല്ലുവഴി പ്രദേശത്ത് മറ്റ് എവിടെയും ഇല്ല എന്നത് അതൊരു മറ്റൊരു അത്ഭുതം കൂടിയാണ്. ഈ ഒരു നാട്ടിൽ ഇങ്ങനൊരു ചെടി ഉണ്ടാവണമെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഈ ഒരു പ്രദേശത്ത് ഉണ്ടാവേണ്ടതാണല്ലോ. പിന്നെ വേറൊരു കാര്യം, വെള്ളമോ വളമോ ഒന്നും നൽകുന്നില്ലെങ്കിൽ കൂടി ആ ചെടി ഇപ്പോഴും വളരുന്നു, അത് ഇലകൾ തളിർക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്തോണീസിന്റെ രൂപവുമായി ബന്ധപ്പെട്ടുള്ള ഒരു എത്ര വലിയ അസാധ്യ കാര്യങ്ങളാണെങ്കിലും അതെല്ലാം ഈശോയോട് പറഞ്ഞ് നമുക്ക് സാധിച്ചു നൽകുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ്. ലോകം മുഴുവനുമല്ല, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലടക്കം ഒരുപാട് ഭക്തരാണ് വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി ചൊവ്വാഴ്ചകളിൽ വിശുദ്ധ അന്തോണീസിൻ്റെ നൊവേന നടക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ഒഴുകി എത്തുന്നത്. വിശുദ്ധ അന്തോണീസ് ഈശോയെ കൈകളിലേന്തിക്കൊണ്ട് നിൽക്കുമ്പോൾ പ്രകൃതി പോലും ഈശോയെ ദർശിച്ച ആ മുഖത്തിന് നൽകുന്ന ആദരവാണ് ഇന്ന് നമ്മൾ ഇവിടെ കണ്ടത്. ആ ചെടി പോലും ഈശോയെ ദർശിച്ച ആ മുഖത്തെ മറയ്ക്കാൻ പറ്റാതെ അതിന് ചുറ്റും നിൽക്കുന്ന ഒരു കാഴ്ച. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാം വേദനകളിൽ, നമ്മുടെ എല്ലാം അസാധ്യ കാര്യങ്ങളിൽ, ആവശ്യങ്ങളിൽ അതിലേക്കെല്ലാം മുഖം ധരിക്കുന്ന വിശുദ്ധൻ്റെ ഒരു പ്രതീകം കൂടിയാണ് നമ്മളിവിടെ കാണുന്നത്. തീർച്ചയായിട്ടും തൻ്റെ കൈകളിലിരിക്കുന്ന ഈശോയോട് ചോദിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളിലേക്കെല്ലാം ഇറങ്ങി വന്ന് നമ്മുടെ ഏതൊരു അസാധ്യ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് കാണാതായ വസ്തുക്കളിലുമെല്ലാം ഉടനടി ദൈവത്തോട് പ്രാർത്ഥിച്ച്, ഈശോയോട് പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടിത്തരുന്ന വിശുദ്ധൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നന്ദി.